മരിക്കുന്ന സമയത്ത് 3 കാര്യങ്ങളിൽ നിന്നും അവൻ ഒഴിവാണെങ്കിൽ ദഖലൽ ജന്ന, ആ മനുഷ്യൻ സ്വർഗത്തിലാണ് എന്നാണ്. സുഹൃത്തുക്കളെ, ഏതാണ് ആ 3 കാര്യങ്ങൾ? എന്തിൽ നിന്ന് ഒഴിവായിക്കൊണ്ടാണ് നമ്മളൊക്കെ മരിക്കേണ്ടത്? അദ്ദേഹം ആദ്യം പറഞ്ഞത് മിനൽ കിബരി എന്നാണ്. ഒന്ന് അഹങ്കാരമാണ്. സുഹൃത്തുക്കളെ, അള്ളാന്റെ റസൂല് പറയാ, അധികമൊന്നും വേണമെന്നില്ല, ലാ യദ്ഖുലുൽ ജന്നത, സ്വർഗ്ഗത്തിലേക്ക് ഒരുത്തനില്ല. ആര്? മൻ കാന ഫീ ഖൽബിഹി മിസ്ഖാല ഹബ്ബത്തി ഖർജലിൻ മിനൽ കിബർ. ഒരു അണുമണി തൂക്കം അഹങ്കാരത്തിന്റെ വല്ല അംശവും പേറിയിട്ടാണ് നമ്മുടെ ജീവിതമെങ്കിൽ സുഹൃത്തെ, ആ ദിവസത്തിൽ സ്വർഗത്തിലേക്ക് നമ്മൾ ഉണ്ടാവൂല എന്നാ പറയുന്നത്. നല്ലോണം ഞാൻ നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം, കുറെ നന്മ നമ്മൾക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഒരു മുസീബത്ത് ഉണ്ടല്ലോ, നമ്മുടെ ഹൃദയത്തെ ബാധിക്കുന്ന മുസീബത്ത്, അത് കുറച്ച് വന്നാൽ മതി കൂട്ടരെ, സ്വർഗം ആ ദിവസത്തിൽ കണി കാണാൻ കിട്ടൂല എന്നാണ് പറയുന്നത്. അപ്പൊ സ്വാഭാവികമായിക്കൊണ്ടും അഹങ്കാരം എന്ന് കേൾക്കുമ്പോ നമ്മുടെ മനസ്സിലേക്കൊക്കെ വരുന്നൊരു ചിന്ത ഉണ്ട്. എന്താ? അവൻ അഹങ്കാരിയാണ്, ഇവനെ അഹങ്കാരിയാണെന്നൊക്കെ പലപ്പോഴും പലരെയും കുറിച്ച് നമ്മളൊക്കെ പറയാറുണ്ട്. പറയാൻ പാടില്ല എന്നാണ് പറയുന്നത്. എന്താ അതിന്റെ മാനദണ്ഡം? അവൻ കുറച്ച് സമ്പത്തുണ്ടെങ്കിൽ, മുന്തിയ വാഹനത്തിൽ പിന്നെ യാത്ര ചെയ്യുന്നവരാണെങ്കിൽ അവനൊക്കെ ഒരു അഹങ്കാരത്തിന്റെ ആളാണെന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെയൊന്നല്ല സുഹൃത്തുക്കളെ, സമ്പത്ത് യഥേഷ്ടമുണ്ടെങ്കിലും നല്ല വാഹനം ഉണ്ടെങ്കിലും ഒരു പ്രശ്നമല്ല. അഹങ്കാരത്തെക്കുറിച്ച് നബി തങ്ങൾ പഠിപ്പിച്ചു. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്നറിയാൻ കൃത്യമായ മാനദണ്ഡം എന്താ അറിയോ? ബത്തറുൽ ഹഖി വഗംതിന്നാസ്. 2 മാനദണ്ഡം പറഞ്ഞു മനസ്സിൽ എഴുതി വെച്ചോളി. എന്താ അറിയോ? ബത്തറുൽ ഹഖ്, സിമ്പിളാണ് കാര്യം. എന്താ? സത്യത്തെ നിരാകരിക്കുക. ബോധ്യപ്പെട്ടാലും അത് ഉൾക്കൊള്ളാനുള്ള മനസ്സ് കാണിക്കാതിരിക്കുക. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ അത്? ഞാൻ പിടിച്ച മുയലിന് 3 ചെവിയാണെന്ന ധാർഷ്ട്യക്കാരാണോ നമ്മൾ? സുഹൃത്തെ, ഒരു സംശയവുമില്ലാതെ നമുക്ക് നമ്മളെ വിളിക്കാം, ഞാനൊരു അഹങ്കാരിയാണ്. നഊദു ബില്ലാഹ്. ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. ആരെങ്കിലും ഒരു തെറ്റ് ചൂണ്ടിക്കാണിച്ചു എന്ന് കരുതുക. നമ്മൾ ആരെല്ലാം തികഞ്ഞോരാ? നമ്മൾ ആരെങ്കിലും എല്ലാം തികഞ്ഞവരാണോ? ഒന്നുമല്ല സുഹൃത്തുക്കളെ. ന്യൂനതകൾ എമ്പാടും ഉണ്ടാവും. മനുഷ്യനാണെങ്കിൽ ന്യൂനത മരിക്കോളുണ്ടാകും. അതൊരാൾ വന്ന് പറഞ്ഞെന്നൊന്ന് കൂട്ടാം. ആ വന്ന ആളൊരു പക്ഷേ നമ്മളെക്കാൾ താഴേ തട്ടിലുള്ള പ്രായം കൊണ്ടൊക്കെ ഒന്നും വേണ്ട കൂട്ടരെ, നമ്മുടെ മദ്രസയിൽ പഠിക്കുന്ന പിഞ്ചോമന കുട്ടികളില്ലേ, അവർക്ക് അന്ന് ഉസ്താദ് പറഞ്ഞൊരു അറിവുണ്ടാവും. അതിന് നേരെ വിപരീതരൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടാകാം. അപ്പൊ ഇപ്പച്ചേ ഇങ്ങനെയല്ല ചെയ്യണമെന്ന് പറഞ്ഞ ഈ ആരും എന്നെ തിരുത്താന് എന്ന ഒരു പറച്ചിലോ എന്നൊരു സമീപനമോ നമ്മുടെ മനസ്സിലുണ്ടോ? സ്വർഗം കിട്ടുമോ എന്ന് നല്ലോണം ആലോചിക്കേണ്ട കേസാണ്. നമ്മുടെ മനസ്സിൽ ഒരാൾ തെറ്റി തിരുത്തി എന്താ ഉണ്ടാകണമെന്നില്ല. പല ആളുകൾക്ക് എന്താണെന്ന് അവനോടൊരു ദേഷ്യം ഉണ്ടാകുക. സുഹൃത്തുക്കളെ, ദേഷ്യമല്ല ഉണ്ടാകേണ്ടത്. സ്വർഗ വഴിയിൽ ഒരു കരടായി കടന്നിരുന്നൊരു തിന്മയെ ബോധ്യപ്പെടുത്തി തന്നവനവൻ. ജസാക്കല്ലാഹ് ഖൈറെന്ന് പറയാനുള്ള വിശാലമായ മനസ്സ് കാണിക്കുന്നിടത്താണ് അഹങ്കാരത്തിൽ നിന്ന് രക്ഷപ്പെട്ടവനായിക്കൊണ്ട് മാറാൻ കഴിയുക. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമുക്ക് നമ്മളെ കുറിച്ചൊരു ബോധ്യം വേണം. എന്റെ തെറ്റ് എനിക്ക് ആര് പറഞ്ഞു തരുന്നുവോ ആ സമയം ബോധ്യപ്പെട്ടാൽ ഞാൻ തിരുത്തിയിരിക്കും. അങ്ങനത്തെ ഒരു വിശാലമായ ഹൃദയത്തിന്റെ ഉടമയാകാൻ നമുക്ക് കഴിയാത്തിടത്തോളം കാലം സ്വർഗത്തിലേക്കുള്ള കുതിപ്പിൽ ഒരൽപ്പം പ്രശ്നമുണ്ട് എന്ന് നമ്മളെ കുറിച്ച് മനസ്സിലാക്കുക. അതുകൊണ്ട് ഒരിക്കലും അഹങ്കാരം ഉണ്ടാകരുതാണ് ഒന്നാമത്തെ മാനദണ്ഡം. 2ാമത്തെ മാനദണ്ഡം എന്താ? പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഗംതിന്നാസ്, ജനങ്ങളെ നിസാരവൽക്കരിക്കുക, ജനങ്ങളെ പുച്ഛിക്കുക. പലതിന്റെ പേരിലും പുച്ഛിക്കുന്ന ആളുകളുണ്ട്. സമ്പത്തിന്റെ പേരിൽ, തറവാടിന്റെ പേരിൽ, സൗന്ദര്യത്തിന്റെ പേരിൽ, അറിവിന്റെ പേരിൽ, അല്ലേ? മറ്റുള്ളവരെ കാണുമ്പോൾ ഒരു പുച്ഛ മനോഭാവം. തന്നേക്കാൾ സാമ്പത്തിക നിലവാരത്തിൽ താഴ്ന്ന ജീവിതം നയിക്കുന്ന ആളെ കാണുമ്പോൾ ഒരു പുച്ഛ മനോഭാവം നമ്മുടെ അടുത്തുണ്ടെങ്കിൽ സുഹൃത്തുക്കളെ എഴുതി വെച്ചോളി, നമ്മുടെ ഹൃദയത്തിൽ അതുണ്ട്. അതോടുകൂടെ മരിക്കാനാണോ തീരുമാനം? ലാ യദ്ഖുലുൽ ജന്ന എന്നാണ് അല്ലാഹു റസൂൽ പറഞ്ഞത്. അതുകൊണ്ട് അഹങ്കാരത്തിന് കണിക പോലും ഇല്ലാത്ത അവസരത്തിൽ നമ്മുടെ റൂഹ് പിരിയാൻ നമുക്ക് കഴിയണമെന്നാണ് ഒന്നാമതായി കൊണ്ട് സൂചിപ്പിക്കാനുള്ളത്. നമുക്ക് എന്തൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിലും സുഹൃത്തുക്കളത് ആര് തന്നതാ? എന്താ അഹങ്കരിക്കാൻ എന്താ വകുപ്പുള്ളത്? നമുക്കൊക്കെ, എനിക്കും നിങ്ങൾക്കൊക്കെ അഹങ്കരിച്ച് ഭൂമി ലോകത്തൂടെ നടക്കാൻ എന്ത് വകുപ്പാണുള്ളത്? നമുക്ക് കിട്ടിയതൊക്കെ ആര് തന്നത്? അല്ലാഹ് പറയാ, കൂട്ടരെ നിങ്ങൾക്ക് തന്നതൊക്കെ പടച്ചോൻ തന്നതാ. അത് തന്നത് റബ്ബാണെങ്കിലേ നല്ല നിലക്ക് കൊണ്ടടക്കില്ലെങ്കിൽ തിരിച്ചെടുക്കാനും പടച്ചോനക്ക് അറിയാം.
ഇപ്പൊ എന്റെ അടുത്ത് ഇല്ലാന്നുണ്ടെങ്കിലേ അവനക്ക് ഇരട്ടെ കൊടുക്കാനും പടച്ചവനക്കറിയാം. ഇന്ന് ചിരിപ്പിച്ചവനെ കരയിപ്പിക്കാൻ അവനക്കറിയാം. ഇന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്നവൻ ചിരിപ്പിക്കാനും അവനക്കറിയാം. അതുകൊണ്ട് സുഹൃത്തുക്കളെ, അള്ളാഹ് തന്നതിൽ നമ്മൾ മതിമറന്ന് ജീവിക്കരുത് എന്നാണ് സൂചിപ്പിക്കുവാനുള്ളത്. അതുകൊണ്ട് അഹങ്കാരത്തിന്റെ ഒരു അംശവും നമുക്കില്ല എന്ന് ഉറപ്പ് വരുത്താൻ നമുക്ക് കഴിയണം. ഏറ്റവും വലിയ ചികിത്സ എന്താണെന്നറിയോ? അഹങ്കാരത്തെ കുറിച്ച് പറയുമ്പോൾ പണ്ഡിതന്മാർ നമുക്ക് നൽകുന്ന വലിയൊരു ചികിത്സ എന്താണെന്നറിയോ? എന്റെ ജീവിതത്തിൽ ഒരിക്കലും അഹങ്കാരം ഇല്ലാന്ന് നമുക്ക് ബോധ്യപ്പെടണമെങ്കിൽ എന്താണെന്നറിയോ? നമ്മുടെ മുമ്പിലൂടെ ആര് നടന്നു പോകുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ എന്റെ ഹൃദയത്തെ ശരിക്ക് തൊട്ടുണർത്തിയ ഒരു പണ്ഡിതന്റെ വാക്കാണത്. എന്ത്? ഹസൻ ബസീർ റഹ്മത്തുള്ളാഹി അലൈഹി തോന്നുന്നുണ്ട്. അദ്ദേഹം പറയാണ്, പിന്നെ നിന്റെ മുമ്പിലൂടെ ആര് പോകുകയാണെങ്കിലും അവൻ എന്നേക്കാൾ ഏതോ ഒരു വിഷയത്തിൽ അവൻ ഉഷാറാണ്. ഖലാസ്, കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു. പിന്നെ നമുക്ക് എന്താ അഹങ്കരിക്കാനുള്ള അവസ്ഥ ഉള്ളത്? ഒരു പക്ഷേ എന്നേക്കാൾ സാമ്പത്തിക നിലവാരത്തിന് കുറവായിരിക്കും അവനക്ക് ഉണ്ടാകുക. പക്ഷെ തഖ്വന്റെ വിഷയത്തിൽ എന്നേക്കാൾ എത്രയോ ഉന്നതിയിലിരിക്കും അവന്. അള്ളാന്റെ ഏടിൽ അവൻ നമ്മളെക്കാൾ ഉഷാറായിരിക്കും. ഇന്ന് എല്ലാരെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു നോക്കി. പിന്നെ നമുക്ക് സുഹൃത്തുക്കളെ അഹങ്കാരത്തിന്റെ ഒരു മൊട്ട് പോലും മനസ്സിൽ വിരിയാതെ മനസ്സ് സേഫാക്കി കൊണ്ടുനടക്കാൻ കഴിയുമെന്നാണ് മഹാരഥന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അതുകൊണ്ട് ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണമെന്നാണ് എന്നോടെന്ന പോലെ പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അലൈസ ഫീ ജഹന്നമ മസ്വൽ ലിൽ മുതകബ്ബിരീൻ. നരകം ആർക്കാന്ന് ചോദിച്ചപ്പോ അത് അഹങ്കാരികളുടെ സങ്കേതമല്ലേ എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് അഹങ്കാരമുണ്ടോ, കണികയുണ്ടോ, അവനെ കാത്തിരിക്കുന്ന നരകമാണ് നഊദു ബില്ലാ എന്ന് മനസ്സിലാക്കുക. രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയാം? രണ്ടാമത്തെ കാര്യം, മരിക്കുമ്പോൾ ഒരിക്കലും നമ്മൾ ഉണ്ടാകാൻ പാടില്ലാത്ത മറ്റൊരു കാര്യമാണ് അൽ ഗുലൂൽ, വഞ്ചിച്ചെടുത്ത മുതല്, അന്യന്റെ മുതല്. അത് കയ്യിൽ പിടിച്ചിട്ടാണ് മരിക്കുന്നുണ്ടെങ്കിൽ സുഹൃത്തുക്കളെ സ്വർഗ്ഗമല്ല എന്ന് അല്ലാഹു റസൂൽ പറഞ്ഞത്. ഈ മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയോ? ഇന്നഹു ലിഹുബ്ബിൽ ഖൈരി ലശദീദ്. എത്ര കിട്ടിയാലും മതി വരാത്ത മനസ്സിന്റെ ആളാണ്. എത്ര ഇന്ന് 50,000 രൂപ സാലറി ഉണ്ടോ, അവനെന്താ കൊതിക്കാന്നറിയോ? തൊട്ടപ്പുറത്ത് 60,000 വാടിക്കുന്നതിനെ കുറിച്ച് ചോദിക്കും. എനിക്കതില്ലല്ലോ എന്ന് ചിന്തിക്കും. കിട്ടിയതിനെ കുറിച്ച് ചിന്തിക്കൂല. എത്ര കിട്ടിയാലും മതി വരാത്ത മനസ്സിന്റെ ഉടമകളാണ് പൊതുവെ മനുഷ്യൻ. ഇത് മനുഷ്യന്റെ ഒരു പ്രത്യേകതയാണ്. ഇതിൽ നിന്നും ശരിക്ക് ചികിത്സകൾ വിധേയമാക്കി രക്ഷപ്പെടാൻ കഴിയുന്നിടത്താണ് വിശ്വാസിയുടെ വിജയം സുഹൃത്തുക്കളെ. അതുകൊണ്ട് പല ആളുകളും എന്താ അറിയോ, എങ്ങനെയെങ്കിലൊക്കെ പിന്നെ ക്യാഷ് ഉണ്ടാക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന ആളുകൾ. അതിൽ എങ്ങനെയെങ്കിലും ഒരു 10 രൂപ കൂടുതൽ കിട്ടുമെന്ന് ചിന്തിക്കാം. അതിന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു മാർഗമാണ് വഞ്ചിച്ചെടുക്കുക എന്നുള്ളത്. അതിന് പല നിലക്കും ആളുകൾ പരിശ്രമിക്കുന്ന നമുക്ക് കാണാൻ കഴിയും. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നിർബന്ധിതാവസ്ഥ ചൂഷണം ചെയ്യാന്നുള്ളത്. നല്ലോണം ആലോചിച്ചോളും കൂട്ടര്, പരലോകത്ത് കുടുങ്ങും. നിർബന്ധിതാവസ്ഥയെ ചൂഷണം ചെയ്യാം. അവനക്ക് ആ വീടും സ്വത്തും വിൽക്കാനല്ലാതെ വേറെ നിവൃത്തിയില്ല. ആ കുട്ടിന്റെ കല്യാണം നടക്കണമെങ്കിൽ ചെയ്തിരിക്കണം. അപ്പൊ എന്താ, ഞാൻ എത്ര വില താത്തി കെട്ടിയാലും, മാന്യതയിൽ നിന്നും ഒരു നോർമൽ ഒരു മാർക്കറ്റ് റേറ്റിൽ നിന്ന് താത്തി കെട്ടിയാലും അവൻ വാങ്ങിക്കോളും എന്നൊരവസ്ഥയിലാണെങ്കിൽ, അങ്ങനെ ചില വിദ്വാന്മാരുണ്ട്. അങ്ങനെ പോയി ഓരോന്നും മേടിച്ചു കൂട്ടി ഇപ്പുറത്ത് മറിച്ചു വെച്ച് വലിയ സംഭവമായി നടക്കുന്ന ആളുകളുണ്ട്. സുഹൃത്തുക്കളെ, ഇവിടെ വലിയ സംഭവമായിരിക്കും. പടച്ചോന്റെ കോടതിയിൽ നിന്നും രക്ഷപ്പെടാൻ റബ്ബ് വിടൂല. പിന്നെ പല ആളുകൾക്കുള്ള ഒരു പിന്നെ മോശസ്ഥരോ സ്വഭാവം തന്നെ ബാർഗെയിൻ ചെയ്യുന്ന ആളുകളുണ്ട്. ഒരു 100 തക്കാളി വാങ്ങണമെങ്കിൽ പോലും അതിനോട് ഇങ്ങനെ ഇറക്കും. അതേ ആളുകൾ വലിയ ഹോട്ടലിലോ വലിയ സംഭവമായിട്ട് പോയി കഴിഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഈ ബാർഗെയിൻ ചെയ്യുന്നതൊക്കെ എന്താണെന്നറിയോ സുഹൃത്തുക്കൾ? നല്ലോണം ശ്രദ്ധിക്കണം. ഓക്കെ, ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ വിട്ടുതരാൻ പറ്റുമെന്ന് നമുക്ക് ചോദിക്കാം. അപ്പൊ ഒരു കച്ചവടത്തിന്റെ കാര്യത്തിൽ അവരെന്താക്കും, ഒരു മാന്യമായ നിലക്കുള്ള ഇടപാടുകളൊക്കെ അങ്ങോട്ടൊക്കെ പറ്റും. പക്ഷെ ചില ആളുകളൊക്കെ എന്താ അറിയോ, അങ്ങോട്ട് എട്ടങ്ങറായിട്ട് കൊടുക്കുകയാണ്. രാവിലെ മുതൽ കൊടുന്നു കൂട്ടിയ സാധനമാണ്, എന്തായാലും ഇറക്കിയതെങ്കിലും കിട്ടട്ടെ എന്നാണ്. ഒന്നൊരു വരുമാനമില്ല സുഹൃത്തുക്കളെ. അന്നൊരു വരുമാനവുമില്ലാതെ സാധു ഒഴിഞ്ഞ കയ്യുമായിട്ടാണ് ആ വീട്ടിലേക്ക് പോകുന്നത്. പലതും പറഞ്ഞിട്ടുണ്ടാവും, വൈകുന്നേരം വരുമ്പോ ഇന്നത് കൊണ്ടുവരണട്ടോന്ന്. പിഞ്ചു പൈതൽ ആവശ്യപ്പെട്ട മിഠായി പോലും വാങ്ങാൻ കഴിയാതെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ആ ഒരു ചൂട് മറ്റൊക്കെ സഹിച്ചിട്ട് നിന്നു. പക്ഷെ അവന്റെ മുമ്പിലേക്ക് വന്ന ഫുൾ കസ്റ്റമേഴ്സിന്റെയും മഹാഭൂരിഭാഗം ഇങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് സുഹൃത്തുക്കളെ? അല്ലെ, ആത്മാർത്ഥമായിക്കൊണ്ട് നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ചിന്തിക്കും, എന്റെ കയ്യിൽ കിടക്കണം, എന്റെ പോക്കറ്റ് കിടക്കുന്ന 10 രൂപ, 1 രൂപ പോലും മറ്റുള്ളവരുടെ അനർഹമായത് ഞാൻ സമ്പാദിച്ചിട്ടില്ല എന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് കഴിയണം. ഈ അനന്തര സ്വത്തൊക്കെ വീതം വെക്കുന്ന സമയത്തൊക്കെ എല്ലാ ഈമാനും ചോർന്നു പോകുന്ന ചില ആളുകൾ നമുക്ക് കാണാൻ കഴിയും സുഹൃത്തുക്കളെ. എത്ര ഭൗതികപരമായ നേട്ടങ്ങൾ ഉണ്ടെങ്കിലും
എനിക്ക് അർഹതയില്ലാത്തതൊന്ന് വേണ്ടാന്ന് തീരുമാനിക്കാൻ നെഞ്ചൂക്കോടുകൂടെ പറയാൻ നമുക്ക് കഴിയണം. കാരണം നമ്മൾ എന്തൊക്കെ ചെയ്താലും അത് നമ്മുടെ സ്വർഗവും നരകവും തീരുമാനിക്കപ്പെടുന്ന കാര്യമാണ് എന്ന ബോധം നമുക്കുണ്ടാകേണ്ടതുണ്ട്. കോഴ വാങ്ങുന്ന ആളുകളുണ്ട് അല്ലെ, പൂഴ്ത്തി വെച്ചുകൊണ്ട് പിന്നെ കരിച്ചത നടത്തുന്ന ആളുകളുണ്ട്. ഇങ്ങനെ വഞ്ചിച്ചെടുക്കുന്നതിന് മുതൽ നമ്മുടെ അടുത്ത് ഉണ്ടെങ്കിൽ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയോ? അവന്റെ ഒരു നിന്ദതയെ കുറിച്ച് അല്ലാഹ് പറയാണ്, ഇനാമുഖമായി കൊണ്ട് ഓതി വെച്ച ആയത്തിൽ അല്ലാഹ് പറയാ, കൂട്ടരെ, വഞ്ചിച്ചെടുത്ത മുതലുമായി കൊണ്ട് പരലോകത്തൊരാൾ വരുന്നാണ്. അവന്റെ ആയുസ്സിൽ അവൻ വഞ്ചിച്ചു കൂട്ടിയ മുതൽ മുഴുവനും പേറിയിട്ട് നിന്ദതയോടുകൂടെ നാളെ പരലോകത്തേക്ക് അവന്റെ എൻട്രി ഉണ്ടാകുക. ആലോചിച്ചു, നല്ലോണം ആലോചിക്കണം. നിന്ദതയോടുകൂടെ പരലോകത്തേക്ക് വരേണ്ട സാഹചര്യം ഉണ്ടാകുമെന്ന് റഹ്മാനായ റബ്ബ് നമ്മളെ പറയണം. മൂന്നാമത്തെ കാര്യം കടമാണ്. അദ്ദൈൻ. കടക്കാരനായി കൊണ്ടാണ് ഒരാൾ മരിക്കുന്നതെങ്കിൽ അത് വീട്ടപ്പെടുന്നത് വരെ അവനക്കും സ്വർഗമില്ല എന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കണം. സുഹൃത്തുക്കളെ, കടമൊന്നുമില്ലാത്തവർ വിരളമായിരിക്കും. കടമില്ലാത്ത ആളുകൾ വിരളമായിരിക്കും. പലതിന്റെയും പേരിൽ നമുക്കൊക്കെ കടമുണ്ടാവും അല്ലെ. പക്ഷെ എന്താ അറിയോ, ഈ പല ആളുകളും ഈ കടക്കാരനായത് എന്തുകൊണ്ട് എന്നൊരു ചോദ്യം നമ്മൾ ചോദിക്കണം. പല ആളുകളും കടക്കാരനായത് അനാവശ്യമായി കടക്കാരനായതാണ്. എന്ത് ഈ അനാവശ്യമായി കൊണ്ട് കടക്കാരനെ വരുമാനം നോക്കാതെ അനാവശ്യങ്ങൾക്ക് വേണ്ടി സാധാരണ നമ്മൾ പറയില്ല, കൊക്കിൽ ഒതുങ്ങാത്തത് കൊത്തിയതാണ്. മറ്റുള്ളവരോട് മത്സരിക്കാൻ വേണ്ടിയിട്ടൊക്കെ പലതും ചെയ്തു കൂട്ടിയതാണ്. എത്ര ഗൗരവത്തിലാണ് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്നറിയോ? അള്ളാഹുവിന്റെ റസൂൽ പറയാ, വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദിഹി, അല്ലാഹുവാണ് സത്യം, ലൗ അന്ന റജുലൻ ഖുതില ഫീ സബീലില്ലാഹ്, ഒരു മനുഷ്യൻ അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ രക്തസാക്ഷിയായി എന്ന് കരുതുക, സുമ്മ ആശ, എന്നിട്ട് അദ്ദേഹം വീണ്ടും ജീവിക്കാൻ ഒരു അവസരം പടച്ചറപ്പ് കൊടുത്തു എന്ന് കരുതുക, സുമ്മ ഖുതില ഫീ സബീലില്ലാഹ് സുമ്മ ആശ, 2-3 തവണയൊക്കെ അള്ളാന്റെ മാർഗ്ഗത്തിൽ ജിഹാദ് ചെയ്ത് വലിയ സൽക്കർമ്മത്തിന് ഉടമയായി കൊണ്ട് മാറാനുള്ള അവസരം കിട്ടിയ ഒരു മനുഷ്യൻ 3-ാം തവണ മരിക്കുമ്പോൾ അലൈഹി ദൈനുൻ, അവന്റെ മേൽ കടം ബാധ്യതയായിട്ടുണ്ടെങ്കിൽ മാ ദഖലൽ ജന്നത ഹത്താ യുഖ്ലിയ ദൈനുഹു, അവന്റെ കടം അത് വീട്ടപ്പെടുന്നത് വരെ ആ മനുഷ്യൻക്ക് പോലും സ്വർഗീയാരാമങ്ങളിലെ സുഹൃതങ്ങൾ തുറക്കുകയില്ലെന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കടം അത് അപകടമാണ് എന്ന കൃത്യമായ തിരിച്ചറിവ് സുഹൃത്തുക്കളെ നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട് എന്നുള്ളതാണ് പറയാനുള്ളത്. അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട 3 കാര്യം, അഹങ്കാരം എന്റെ ജീവിതത്തില്ല എന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് കഴിയണം. 10 പൈസ പോലും ആരുടെ ഒരു മോദനം ഞാൻ വഞ്ചിച്ചെടുത്ത് എനിക്ക് അർഹതയില്ലാത്തതൊന്നും ഇപ്പോൾ എന്റെ കയ്യിലില്ല എന്ന് ഉറപ്പുവരുത്താൻ കഴിയണം. ആരുടെങ്കിലും ഉണ്ടോ, അതിന്റെ സമയം അവസാനിച്ചു, ഖുത്ബ കഴിഞ്ഞ തിരിച്ചു കൊടുക്കാൻ നമ്മൾ മനസ്സ് കാണിക്കണം സുഹൃത്തുക്കളെ. 3-ാമത്തെ കാര്യം കടമിടപാടുമായി ബന്ധപ്പെട്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ സൂക്ഷ്മതയോടുകൂടെ ജീവിതം ക്രമപ്പെടുത്താനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിജമീഇൽ മുസ്ലിമീന വസ്തഗ്ഫിറു മിൻ കുല്ലി ദംബ് ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ ബഅദഹു. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധികളും വിലക്കുകളും മാനിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. സുഹൃത്തുക്കളെ, നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന ആ ഒരു മഹത്തായ ദിനം, സ്വർഗപ്രവേശനം നടക്കുന്ന അന്ന് അതിന് തടസ്സമാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 3 കാര്യങ്ങളെ കുറിച്ചാണ് പറഞ്ഞു വെച്ചത്. ആദ്യം പറഞ്ഞ 2 കാര്യം, അഥവാ അഹങ്കാരവും അതേപോലെ തന്നെ വഞ്ചിച്ചെടുക്കുന്ന മുതൽ നിന്നും രക്ഷപ്പെടാൻ ചെറിയൊരു ശ്രദ്ധ കൊണ്ട് നമുക്ക് കഴിയും. ചെറിയൊരു ശ്രദ്ധയും ഒരു തീരുമാനം ഉണ്ടെങ്കിൽ ആദ്യം പറഞ്ഞ 2 കേസ് നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. പക്ഷെ 3-ാമത്തെ ഒരു കാര്യം കടമാകുക എന്നുള്ളത്. അത് പലപ്പോഴും സുഹൃത്തുക്കളെ കടം വാങ്ങേണ്ടി വരികയാണ്. വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് കടം വാങ്ങുന്ന ആളുകളായിക്കൊണ്ട് പലപ്പോഴും ഉണ്ടാകാറുണ്ട്. ഒരാൾക്ക് ഭാര്യയ്ക്കൊരു ചികിത്സ ആവശ്യം വന്നു, അവളങ്ങനെ കൊണ്ടുവന്നു, ഡിസ്ചാർജ് ആയി വീട്ടിലെത്തുമ്പോഴേക്കും ഉമ്മാക്ക് അസുഖം വന്നു. ഇങ്ങനെ പലപ്പോഴും ജീവിത നിവൃത്തിക്ക് വേണ്ടി ഓടി 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 അത്യാവശ്യ കാര്യങ്ങൾ നടപ്പിൽ വരുത്തേണ്ടതിന്റെ ഭാഗമായി കൊണ്ട് കടം കയറിയ ആളുകളുണ്ടാവും. ഇന്ന് പോലും ഇപ്പോൾ ഖുത്ബക്ക് വരുമ്പോൾ ഒരു സൗഹൃദ സംഭാഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞ് പ്രത്യേകം പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ട സംഗതിയായിരുന്നു, മൗലവി വലിയൊരു കടം ബാക്കിയുണ്ട് എന്ന. അപ്പൊ ഒന്നുമല്ല, ചികിത്സയുമായി ബന്ധപ്പെട്ട് അത്യാവശ്യം ചെറിയൊരു ബിസിനസ് തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട് മകളെ കെട്ടിക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ അങ്ങനെ ആയി കിട്ടിയതാണ്. അപ്പൊ നമ്മളെന്താ അറിയുന്നത്, ഈ 3-ാമത്തെ കാര്യം, ഈ കടം എന്നുള്ളത്, അതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തെങ്കിലും മാർഗം ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇസ്ലാമിന്റെ ഭാഷ പറഞ്ഞ ഉണ്ട് എന്നാണ് കാര്യം. ഉണ്ട് സുഹൃത്തുക്കളെ, 3-ാമത്തെ കാര്യത്തിന് രക്ഷപ്പെടാൻ നമുക്ക് കഴിയും.
മാർഗം എന്താണെന്നറിയോ? അവിടെ പണ്ഡിതന്മാർ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. ആ ചില നിബന്ധനകളിലൂടെ കടന്നു വന്ന കടമാണെങ്കിൽ അത് വീട്ടിനടുത്ത് റബ്ബിന്റെ ഒരു സഹായം ഉണ്ടാകും. അതിൽ ഒന്ന് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യത്തിനാകണം വാങ്ങുന്നത്. നമ്മൾ വാങ്ങിയ കടം അത് ആവശ്യങ്ങൾക്ക് വേണ്ടിയാകണം, അനാവശ്യങ്ങൾക്ക് കടക്കാരനായതാകരുത്. പിന്നെ പറഞ്ഞു ഹലാലായ കാര്യങ്ങൾക്കായിരിക്കണം എന്നുള്ളതാണ്. ഹലാലായ കാര്യങ്ങൾക്ക് വാങ്ങിയ പർപ്പസ് അത് ഹലാലായ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ വേണ്ടി ആയിരിക്കണം. മൂന്നാമത്തെ കാര്യം എന്താണെന്നറിയോ? വാങ്ങുമ്പോൾ ഭയം വേണമെന്നുള്ളതാണ്. പടച്ചോനെ, ഒരു എമൗണ്ടാണ് ഞാൻ വാങ്ങിയത്, അതൊരു ഉറുപ്പ്യാണെങ്കിലും കടാണല്ലോ, അതൊരു രൂപയാണെങ്കിലും കടമാണ്. പടച്ചോനെ, ഇത് വീട്ടുന്നതിന് മുൻപെങ്ങാനും ഇന്നെ കവർ കൊണ്ടുപോയി വെക്കേണ്ടി വന്നതിന്റെ അവസ്ഥ എന്തായിരിക്കും? കഴിഞ്ഞ ഖുത്ബയിൽ പോലും ഞാൻ കേട്ടു, അവസ്ഥ ദാരുണമായിരിക്കുമെന്ന്. അല്ലാഹുവേ, അതുകൊണ്ട് റബ്ബേ, മരിക്കുന്നതിന് മുൻപ് വീട്ടാളെ തൗഫീക്ക് നൽകണം എന്നൊരു ഭയവും ആ ഭയത്തിൽ നിന്ന് മുതിർന്നു വരുന്നൊരു പ്രാർത്ഥനയോടുകൂടെ കടം വാങ്ങാൻ കഴിയണമെന്നാണ്. എങ്കിൽ അള്ളാഹു നമ്മളെ സഹായിക്കുമെന്നാണ്. ഹലാലായ കാര്യങ്ങൾക്ക് വേണ്ടി, അതേപോലെ തന്നെ ആ അത്യാവശ്യത്തിന് വേണ്ടി വാങ്ങുമ്പോഴുള്ള ഈ ഭയത്തോടുകൂടെ പ്രതീക്ഷയോടുകൂടെ വാങ്ങിയ കടമാണെങ്കിൽ അള്ളാന്റെ റസൂൽ നമുക്ക് നൽകുന്ന ഒരു സന്തോഷ വാർത്ത എന്താണെന്നറിയോ? മൻ അഖദ അംവാലൻ നാസി യുരീദു അദാഅഹാ, ആരെങ്കിലും മറ്റുള്ളവരുടെ ധനം വാങ്ങുമ്പോ എത്രയും പെട്ടെന്ന് തിരിച്ചു കൊടുക്കണമെന്ന ആ ഒരു ബേജാറോടുകൂടെ മേടിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദല്ലാഹു അൻഹു, ഇൻഷാ അല്ലാഹ് അദ്ദല്ലാഹു അൻഹു, അവൻക്ക് ആ കടം റഹ്മാനായ റബ്ബ് വീട്ടി കൊടുക്കുമെന്നാണ്. അവന്റെ കടം വീട്ടിനടുത്ത് റഹ്മാനായ റബ്ബിന്റെ ഇടപെടൽ ഉണ്ടാകും. എന്നാൽ വമൻ അഖദ യുരീദു ഇത്ലാഫഹാ അത്ലഫഹുല്ലാഹ്, എന്നാൽ ഈ പറയപ്പെട്ട മാനദണ്ഡത്തിനൊന്നല്ല, അടിച്ചു പൊളിക്കാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് കുറെ വാങ്ങുക, എന്നിട്ട് ഇപ്പന്റെ സമയമാകുമ്പോൾ മറ്റൊന്ന് മേടിക്കുക, ഇങ്ങോട്ട് റോൾ ചെയ്യുക, അങ്ങനെ റോൾ ചെയ്ത് അവനിങ്ങനെ മരിക്കുക. അപ്പോഴും ഈ കടം, ആദ്യം വാങ്ങിയ കടം അവന് ബാക്കിയിരിക്കും. അങ്ങനെയാണെങ്കിൽ അത്ലഫഹുല്ലാഹ്, ആ വാങ്ങിയ തുകയെ അള്ളാഹു നശിപ്പിച്ചു കളയുന്നു. എനിക്കത് അനുഭവിക്കാനുള്ള ഒരവസ്ഥ കൊടുക്കൂല എന്നാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നല്ലോണം പേടിക്കണം. മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു പ്രാർത്ഥന കൂടെ നമ്മളെ പഠിപ്പിച്ചു. എല്ലാറ്റിനും പരിഹാരം പ്രാർത്ഥന അല്ലേ? എല്ലാറ്റിനും പരിഹാരം പ്രാർത്ഥന. സുഹൃത്തുക്കളെ, അള്ളാഹുവിനോട് കെഞ്ചലാണ് യഥാർത്ഥത്തിൽ പ്രാർത്ഥന. കടക്കാരനുണ്ടോ? ഈ പ്രാർത്ഥന ഒരിക്കലും പഠിക്കാതെ പോകരുത്. മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഒരു പ്രാർത്ഥന ഉണ്ട്. അലി റളിയല്ലാഹു പറഞ്ഞു കൊടുക്കുന്ന ലൗ അല്ലിമുക കലിമാത്തിൻ ലൗ കാന അലൈക മിസ്ല ജബലിൻ സ്വൈരിൻ ദൈന അദ്ദാഹുല്ലാഹു അൻക. ഒരു സ്വൈർ പർവ്വതം കണക്ക് നിനക്ക് കടമുണ്ടെങ്കിലും, പർവ്വത സമാനമായ കടമുണ്ടെങ്കിലും, കടം കൊണ്ട് ആവലാതിപ്പെട്ട് അലി റളിയല്ലാഹുവിന്റെ അടുക്കിലേക്ക് വന്നൊരു സുഹൃത്തിനെ അലി റളിയല്ലാഹു പഠിപ്പിച്ചു കൊടുത്ത പ്രാർത്ഥനയാണ്. അലി റളിയല്ലാഹുവിന് തുടർന്ന് കിട്ടിയത് നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത പ്രാർത്ഥനയാണ്. ഞാൻ നിനക്ക് കുറച്ച് കാര്യങ്ങൾ പഠിപ്പിച്ചു തരാം, ഈ അത് ശരിക്ക് അർത്ഥം മനസ്സിലാക്കിയിട്ട് ജീവിതത്തിൽ പ്രാവർത്തികമാക്ക്. അള്ളാഹു നിനക്ക് പർവ്വത സമാനമുള്ള കടങ്ങൾ നീട്ടി തരുമെന്നാണ് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രാർത്ഥന. അദ്ദേഹം പറഞ്ഞു, അല്ലാഹുമ്മ ക്ഫിനി ബിഹലാലിക അൻ ഹറാമിക വഅഗ്നിനി ബിഫദ്ലിക അമ്മൻ സിവാക. രണ്ടുപേരെയുള്ള സുഹൃത്തുക്കളെ, അല്ലാഹുമ്മ ബിഹലാലിക അൻ ഹറാമിക, പടച്ചോനെ, ഒരു ഹറാമിലേക്കും പോകാതെ നീ നൽകുന്ന ഹലാലായ മാർഗത്തിൽ കൂടെ തന്നെ എന്റെ എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള ഒരവസ്ഥ എനിക്ക് നീ നൽകണം. എന്റെ എല്ലാ കാര്യങ്ങളും ഹലാലായ നിലക്ക് നടന്നു കിട്ടണേ, അതിന് എന്നെ പ്രാപ്തനാക്കണേ. അല്ലാഹുമ്മ ബിഹലാലിക അൻ ഹറാമിക, അതാണ് ഒരു വരി. എന്താ? മറ്റുള്ളവരോട് പോയി ചോദിക്കുന്നതിൽ നിന്നും നീ എന്നെ ധന്യനാക്കണേ. അതൊരു വല്ലാത്തൊരു പ്രാർത്ഥന ഒക്കെ പടച്ചോൻക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാര വേളയിൽ പോലും അധികരിച്ചുകൊണ്ട് ചോദിച്ചൊരു പ്രാർത്ഥനയെ കുറിച്ച് പറയാൻ നമുക്ക് കാണാൻ കഴിയും. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യദ്ഉ ഫിസ് സ്വലാത്ത് വയഖുൽ, അദ്ദേഹം പറയാറുണ്ടായിരുന്നു, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ മഅ്സമി വൽ മഗ്റം, അല്ലാഹുവേ, പാപങ്ങൾ ചെയ്തു പോകുന്നതിൽ നിന്നും കടക്കാരനാകുന്നതിൽ നിന്നും ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു എന്നാണ്. ഇങ്ങനെയുള്ള പ്രാർത്ഥനകളൊക്കെ സുഹൃത്തുക്കളെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി ഒന്ന് മരണത്തിന് വേണ്ടി തയ്യാറായിരിക്കണം എന്നുള്ളതാണ് എനിക്ക് എന്നോടെന്ന പോലെ സൂചിപ്പിക്കുവാണ്. ഏത് സമയവും ക്ഷണിക്കപ്പെടാത്ത അതിഥിയായി നമ്മിലേക്ക് മരണം എത്തിയിരിക്കും. ഏത് സമയത്താണ് പള്ളിക്കാട്ടിൽ 6 അടി മണ്ണിലേക്ക് നമ്മൾ ആളുകൾ കൊണ്ടുപോയി വെച്ച് തിരിച്ച് മടങ്ങുക എന്നറിയില്ല സുഹൃത്തുക്കളെ. ആർക്കൊക്കെ വേണ്ടി, എന്തൊക്കെ വേണ്ടി, പല കാര്യങ്ങളും ഇതിനൊക്കെ നമുക്ക് പറയാനുണ്ടോ. അഹങ്കാരിയായതിന്, വഞ്ചിച്ചെടുത്തതിന്, കടക്കാരനായതിന്, പലരെയും കുറിച്ച് നമുക്ക് കാരണങ്ങൾ പറയാനുണ്ടാവും. പക്ഷെ ആ കാരണക്കാരൊന്നും 6 അടി മണ്ണിൽ നമുക്ക് കൂട്ടിനുണ്ടാവില്ല. അവിടെ നമ്മൾ മാത്രമേ ഉള്ളൂ എന്ന് കൃത്യമായി കൊണ്ട് മനസ്സിലാക്കി ആ ഖബർ ജീവിതത്തിന് വേണ്ടി ഒന്ന് ശരിക്ക് ശ്രദ്ധയോടുകൂടെ ജീവിതം
ജീവിതം ക്രമപ്പെടുത്തി മുന്നോട്ട് പോകാൻ നാം പരിശ്രമിക്കുക, പ്രാർത്ഥിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും എല്ലാ നിലക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ